മംഗള എക്സ്പ്രസ് ആഗ്ര കണ്ടോൺമെൻറ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിച്ചു പായുന്നു. ആഗ്രയിലെത്താൻ 3-4 മണിക്കൂറുകൾ മാത്രം. ആഗ്രയിൽ ഒരു ദിവസം മാത്രമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആഗ്ര ഫോർട്ടും നാളെ പുലർച്ചെ താജ്മഹലും കാണണം. എന്നിട്ട് നേരെ ഡൽഹിയുടെ കാഴ്ചകളിലേക്ക്. 2 ദിവസം നീണ്ട ട്രെയിൻ യാത്ര അവസാനിക്കാറായി. ക്യാബിനിൽ നിന്നും ഇറങ്ങി ഡോറിനടുത്ത് ചെന്ന എനിക്ക് മറുവശത്തായി ഗോതമ്പ് വടങ്ങൾ കാണാനായി. ആഗ്ര കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ ഇറങ്ങിയ ഞങ്ങൾ ടാക്സി എടുത്ത് റൂമിലേക്ക് പോയി. ഇന്ത്യയിൽ ജനസംഖ്യയനുസരിച്ച് 1-ാമത്തെയും വിസ്തീർണമനുസരിച്ച് 5-ാമത്തെയും സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ലക്നൗ ആണ് തലസ്ഥാനം. 16-17 നൂറ്റാണ്ടുകളിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായി തീർന്നു ആഗ്ര. കാർഷിക പ്രധാനമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ്. സംസ്ഥാനത്തിൻ്റെ വരുമാനം കൃഷി, ടൂറിസം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ നഗരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. സ്വാതന്ത്ര്യാനന്തരം ആഗ്ര ഒരു വ്യാവസായിക നഗരമായി വികസിച്ചു. താജ്മഹലും ആഗ്ര കോട്ടയും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. നേരിയ ശൈത്യവും ചൂടുള്ളതും വരണ്ടതുമായ വേനൽക്കാലവും മൺസൂൺ കാലവും ഈ നഗരത്തിൻ്റെ സവിശേഷതകളാണ്. ഡൽഹി, ജയ്പൂർ എന്നിവയ്ക്കൊപ്പം ഗോൾഡൻ ട്രയാങ്കിളിൽ ആഗ്രയും ഉൾപ്പെടുന്നു. മുഗളായി പാചകരീതിക്ക് പേരുകേട്ട നഗരം. ടൂറിസ്റ്റുകളെയും കാത്ത് തുറന്നിരിക്കുന്ന ആഗ്ര പേത്ത കടകൾ അനേകം. ആഷ്കോഡ് അഥവാ കുമ്പളങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന പലഹാരമാണിത്. ആഗ്രയിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു വിഭവമാണ് ഡൽമോട്ട്. ആഗ്ര ഫത്തേഹാബാദ് റോഡിലെ ഹോട്ടൽ താജ് വിലാസിൽ നേരത്തെ റൂം ബുക്ക് ചെയ്തിരുന്നു. ഏകദേശം 11 മണിയോടെ റൂമിലെത്തി. ഹോട്ടലിൻ്റെ കോറിഡോറിലൂടെ മുറിയും തിരഞ്ഞു നടന്നു. മുറിയിലേക്ക് കയറി. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ല റൂമായിരുന്നു. ഹോട്ടലിൻ്റെ താഴെ റെസ്റ്റോറൻറ്റ് സൗകര്യവും ഉണ്ടായിരുന്നു. 2 ദിവസത്തെ യാത്രാക്ഷീണവും ഉറക്കാലസ്യവും ഏറെ ഉണ്ടായിരുന്നെങ്കിലും നേരത്തെ നിശ്ചയിച്ച പ്രകാരം ആഗ്ര ഫോർട്ട് ഇന്ന് തന്നെ കാണേണ്ടതുണ്ടായിരുന്നതിനാൽ കുളിച്ചു റെഡിയായി ഭക്ഷണവും കഴിച്ച് ആഗ്ര ഫോർട്ട് കാണാൻ പുറപ്പെട്ടു. മുഗൾ ചക്രവർത്തി അക്ബർ പണി കഴിപ്പിച്ച കോട്ടയാണ് ആഗ്ര ഫോർട്ട്. ചെങ്കല്ലുകളാൽ നിർമ്മിതമായ ഈ കോട്ട താജ്മഹലിന് 2.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് സ്ഥിതി ചെയ്യുന്നത്. ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റ് വഴി ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. 35 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വീഡിയോ എടുക്കുന്നതിനായി 25 രൂപയുടെ പ്രത്യേക ടിക്കറ്റ് പ്രവേശന കവാടത്തിൽ നിന്നും എടുക്കേണ്ടതാണ്. മുഗൾകാല കെട്ടിടങ്ങൾ അടങ്ങുന്ന തെക്ക് കിഴക്കേ മൂല ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളെല്ലാം ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമാണ്. 94 ഏക്കർ വിസ്തൃതിയുള്ള ആഗ്ര കോട്ട ഏതാണ്ട് അർദ്ധവൃത്താകൃതിയിലാണ്. യമുന നദിക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഇരട്ട ഭിത്തിയുള്ള കോട്ടയുടെ മതിലുകൾക്ക് 70 അടി ഉയരമുണ്ട്. സുരക്ഷയ്ക്കായി ഈ ഭിത്തികൾക്ക് പുറമെ കിടങ്ങും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക വാസ്തുകലയുടെയും ഇന്ത്യൻ വാസ്തുകലയുടെയും മിശ്രണം ഈ കോട്ടയിൽ കാണാം. അറബി കാലിഗ്രാഫിയും ആന, പക്ഷി തുടങ്ങി ജന്തുമൃഗാദികളുടെയും രൂപങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. കോട്ടക്കകത്തു നിന്നും ഞങ്ങൾക്കൊരു ഗൈഡിൻ്റെ സഹായം കിട്ടി. മിസ്റ്റർ അമീൻ ദീൻ. അദ്ദേഹമാണ് കോട്ടയുടെ ചരിത്രവും സമകാലീനവും വിവരിച്ചു തന്നത്. ताजमहल इसकी डेथ के बाद बनाया गया. ताजमहल 22 इयर्स में बना. आगरा फोर्ट ആഗ്ര കോട്ടയിലെ അങ്കുരിബാഗ് അഥവാ മുന്തിരിത്തോട്ടം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണിത്. ഖാസ് മഹലിനൊപ്പം ഷാജഹാനാണ് ഈ തോട്ടം പണി കഴിപ്പിച്ചത്. സമചതുരാകൃതിയിലുള്ള തോട്ടത്തിൻ്റെ ഒരു വശത്ത് ഖാസ് മഹലും മറുവശത്ത് കൊട്ടാരത്തിലെ സ്ത്രീകളുടെ അന്തപുരങ്ങളുമായിരുന്നു. മുഗൾ ചക്രവർത്തിമാരുടെ സ്വകാര്യ വസതിയായിരുന്നു ഖാസ് മഹൽ. വെളുത്ത മാർബിളിൽ തീർത്ത ഇതിൻ്റെ സീലിംഗിൽ സ്വർണം പൂശിയിരുന്നു എന്ന് അമീനുദ്ദീൻ പറയുകയുണ്ടായി.
ഇവിടെ നിന്നും എല്ലാ ദിവസവും രാവിലെ ചക്രവർത്തി തൻ്റെ പ്രജകളെ അഭിസംബോധന ചെയ്യുമായിരുന്നു. ഷാജഹാന്റെ മകൾ ജഹാനാര താമസിച്ചിരുന്ന സ്ഥലമാണിത്. അവരുടെ കിടപ്പറയും വിശ്രമകേന്ദ്രവും എല്ലാം ഉൾക്കൊള്ളുന്നു. കോട്ടയുടെ ഇത്രയും ഭാഗം അവർക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. ഷാജഹാൻ തടവിൽ കിടന്ന മുറിയാണിത്. മകൻ ഔറംഗസീബാണ് പിതാവിനെ ഇവിടെ വീട്ടുതടങ്കലിലാക്കിയത്. നീണ്ട 8 വർഷം അദ്ദേഹം ഇവിടെയാണ് കഴിഞ്ഞത്. ഇവിടെ നിന്നും താജ്മഹൽ വ്യക്തമായി കാണാമായിരുന്നു. സുന്ദരമായ കൊത്തുപണികളുള്ള തൂണുകളും ചുമരുകളും രത്നങ്ങളും വജ്രങ്ങളും പതിപ്പിച്ചിരുന്നു ഇവിടം. മിന മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെട്ട പ്രാർത്ഥനാലയമാണ് ഇത്. പള്ളി കടന്നു ചെന്ന് വലതുഭാഗത്തായി ദിവാൻ ഇ ഖാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവർത്തിയുടെ പ്രഭുസഭ. ഇടതുഭാഗത്ത് താഴെയായി കാണുന്നതാണ് മിന ബസാർ. കൊട്ടാരത്തിലെ സ്ത്രീകൾക്കുള്ള ഷോപ്പിംഗ് ഇടമായിരുന്നു ഇത്. ആഴ്ചയിലെ ചില ദിവസങ്ങളിൽ കച്ചവടക്കാർ പലവിധ സാധനങ്ങളുമായി ഇവിടെ എത്തും. അക്കാലത്ത് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പുറത്തു പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാർ, പണ്ഡിതന്മാർ എന്നിവർ ഒത്തുകൂടിയിരുന്ന സഭയായ ദിവാൻ ഇ ഖാസ് ആണിത്. ഇവിടെ നിന്നും താജ്മഹൽ വ്യക്തമായി കാണാം. കോട്ടയുടെ ഉയരത്തിലുള്ള മതിലും കിടങ്ങുകളും കാണാം. ഇതായിരുന്നു ഷാജഹാൻ ചക്രവർത്തിയുടെ സിംഹാസനം. ദിവാൻ ഇ ഖാസിൽ നിന്നും ഇരുട്ടുമൂടിയ വഴിയിലൂടെ ഇറങ്ങി കോട്ടയുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ദിവാൻ ഇ ആമിലേക്കാണ് എത്തിയത്. മുഗൾ കോട്ടയിലെ സാധാരണക്കാർക്കുള്ള സഭയായിരുന്നു ദിവാൻ ഇ ആം. മുകളിലെ മണ്ഡപത്തിലായിരിക്കും രാജാവ് ഇരിക്കുക. താഴെ മന്ത്രിമാരും ബാക്കി ഉദ്യോഗസ്ഥരും. ഒരു കാലത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായും പ്രൗഢിയായും നിലനിന്നിരുന്ന ആഗ്ര കോട്ടയുടെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി.